ഹായ്, നമസ്കാരം. വീണാസ് ലേണിംഗ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ സ്പോക്കൺ ഹിന്ദിയുടെ ക്ലാസ്സിലൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ പല കുഞ്ഞുമക്കളും വിചാരിച്ചത് ഇനി 8ലും 9ലും 10ലേക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ലെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഓൾറെഡി പോർഷൻ മുന്നിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊരു ഡിലേ വരുത്തിയത്. അപ്പോൾ ബാക്കി ക്ലാസ്സുകളെല്ലാം റെഗുലറായിട്ട് കാണും കേട്ടോ. അതില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. ക്ലാസ്സുകൾ റെഗുലറായിട്ടുണ്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം പിതാക്ക പ്രായച്ചിത്ത് എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് ഒരു സംസ്മരണമാണ്. സംസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ആരുടെ ഓർമ്മക്കുറിപ്പാണ്? അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പാണ്. ഇനി ആരാണ് അരുൺ ഗാന്ധി എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം നമ്മുടെ ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിജിയുടെ മകനായ മണിലാൽ ഗാന്ധിജിയുടെ മകനാണ് ഡോക്ടർ അരുൺ ഗാന്ധി. അദ്ദേഹം തൻ്റെ ബാല്യകാലത്തുള്ള ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു അനുഭവക്കുറിപ്പാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അത് അദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷിലാണ്. അതിൻ്റെ അനുവാദ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ പിതാക്ക പ്രായച്ചിത്ത് എന്ന് പറയുന്നത് എന്ത് തരം കൃതിയാണെന്ന് ചോദിച്ചാൽ സംസ്മരണാണ് കേട്ടോ. സംസ്മരണാണ്, ഓർമ്മക്കുറിപ്പാണ്. എഴുതിയത് അരുൺ ഗാന്ധിയാണ്. അത് തർജ്ജമ ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ് ഗുപ്തയാണ്. പിതാക്ക പ്രായച്ചിത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അച്ഛന്റെ പ്രായച്ചിത്തം എന്നാണ്. അച്ഛന്റെ പ്രായച്ചിത്തം. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയേ, വായിക്കുവാണേ. उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. आश्रम दूर दराज के इलाके में था. वहाँ दूर दूर तक बस गन्ने के खेत थे. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमा घर में ഫിൽമേ ദേഖ് സഖേ. നോക്കിയേ, ഉസ് സമയ, ആ സമയത്ത്, ഈ കഥ നടക്കുന്ന ആ സമയത്ത്, ഞാൻ 16 ബരസ് കാ ഥാ. 16 ബരസ് കാ എന്ന് പറഞ്ഞാൽ 16 വയസ്സ്. കാഥ 16 വയസ്സുള്ള ആള് ആയിരുന്നു. ഈ കഥ നടക്കുന്ന സമയത്ത് എനിക്ക് 16 വയസ്സുണ്ടായിരുന്നു. 16 എന്ന് പറഞ്ഞാൽ 16, ബരസ് എന്ന് പറഞ്ഞാൽ വയസ്സ്. അന്ന് എനിക്ക് 16 വയസ്സുണ്ടായിരുന്നു. और अपने माता पिता के साथ, अपने എൻ്റെ മാതാപിതാ കെ സാത്ത്, അച്ഛനും അമ്മയോടുമൊപ്പം ദക്ഷിൺ ആഫ്രിക്കമേ, ദക്ഷിണാഫ്രിക്കയിലെ, സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻസെ, സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് ഡർബൻ. ഡർബൻസെ, ഡർബനിൽ നിന്നും കരീബ്, ഏകദേശം, അപ്രോക്സിമേറ്റ്ലി 18 മീൽ, 18 മൈൽ, ദൂർ, ഏക്ക്, ദൂരെയുള്ള ഒരു ആശ്രമേ രഹതാഥ, ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് 16 വയസ്സാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛനോടും അമ്മയോടുമൊപ്പം ദക്ഷിണാഫ്രിക്കയിലെ ഡർബന് സമീപത്തുള്ള, ഡർബനിൽ നിന്ന് ഏകദേശം 18 മൈൽ ദൂരെയുള്ള ഒരു ആശ്രമത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത കിയാ ഥാ. ആശ്രം കോ, ആ ആശ്രമത്തിനെ, മേരെ ദാദാജി, എൻ്റെ മുത്തച്ഛൻ, ദാദാജി എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ, ഗ്രാൻഡ് ഫാദർ എന്നാണ്. മഹാത്മാഗാന്ധിനെ, മഹാത്മാഗാന്ധിജിയാണ് സ്ഥാപിത കിയാ ഥാ, സ്ഥാപിച്ചത്. അപ്പോൾ ഇവര് താമസിച്ചിരുന്ന ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ മഹാത്മാഗാന്ധിജി ആയിരുന്നു. ആശ്രം ദൂർ ദരാസ് കെ ഇലാക്കെ മേ ഥാ. ആശ്രമം ദൂർ ദരാസ് കെ, ദൂർ ദരാസ് കെ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ദൂരെയുള്ള, വളരെ ദൂരെയായിട്ടുള്ളൊരു പ്രദേശത്തായിരുന്നു
ഈ ആശ്രമം ഉണ്ടായിരുന്നത്. ആശ്രം ദൂർദരാസ് ദൂരെയുള്ള ഇലാക്കെ മേം ഥാ. ഇലാക്ക മീൻസ് പ്രദേശം, പ്ലേസ് എന്നൊക്കെയാണ് കേട്ടോ. ഈ ദൂർദരാജും ഇലാക്കയും എഴുതി വെച്ച് തന്നെ പഠിക്കണം. ദൂർദരാജ് എന്ന് പറഞ്ഞാല് ദൂരെയുള്ള, ഇലാക്ക എന്ന് പറഞ്ഞാല് പ്രദേശം. ഓക്കെ, ഇത് ഹിന്ദിയിൽ തന്നെയും ചോദിക്കും. ഇലാക്കെ സമാനാർത്ഥി ശബ്ദ കോൻസാ ഹെ എന്നിട്ട് ഓപ്ഷനില് പ്രദേശം എന്ന് തന്നേക്കും. അപ്പൊ ഇലാക്ക എന്ന് പറഞ്ഞാല് പ്രദേശം. ഓക്കെ, അപ്പൊ ഈ ആശ്രമം വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു, പട്ടണത്തിൽ നിന്ന് ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു. വഹാം അവിടെ, ദൂർ ദൂർ തക് ദൂരെ ദൂരെ വരെ, ബസ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുമാത്രം? ഗന്നെ കെ ഖേത്. ഗന്ന എന്ന് പറഞ്ഞാല് കരിമ്പ്, ഷുഗർ കേൻ. ഗന്നെ കെ ഖേത്ത് എന്ന് പറഞ്ഞാല് കരിമ്പിന്റെ തോട്ടം. അപ്പോൾ അവിടെ ദൂരെ ദൂരെ വരെ വ്യാപിച്ചു കിടന്നിരുന്നത് എന്ത് മാത്രമായിരുന്നു? കരിമ്പിൻ തോട്ടം മാത്രമായിരുന്നു. വഹാം ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഖേത് थे. അവിടെ ദൂരെ ദൂരെ വരെ കരിമ്പിൻ തോട്ടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഷഹർ സെ बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. ഷഹർ സെ പട്ടണത്തിൽ നിന്ന്, ബഹുത് ദൂർ വളരെ ദൂരെയായി, രഹനെ കെ കാരൻ താമസിച്ചിരുന്നത് കൊണ്ട്, വഹാം അവിടെ, ഹമാരെ കോയി ഞങ്ങളുടെ ഒരു, പടോസി നഹി ഥേ ഒരു അയൽക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ പട്ടണത്തിൽ നിന്ന് വളരെ ദൂരെയായിട്ടാണ് അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദൂരെയുള്ള പ്രദേശം മൊത്തം കരിമ്പിൻ തോട്ടമാണ്. അങ്ങനെയുള്ള ഈ ഒരു ആശ്രമത്തിൽ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? പടോസി അയൽക്കാര്, നൈബേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട്, മേം ഓർ മേരി ദോ ബഹനെ ഞാനും എൻ്റെ 2 സഹോദരിമാരും, ഹമേഷ എല്ലായ്പ്പോഴും, ഷെഹർ ജാനേക്ക് പട്ടണത്തിൽ പോകുവാനുള്ള, ഇന്തസാർ മേ രഹത്തെ ഥേ. അപ്പോ അതുകൊണ്ട് ഞാനും എൻ്റെ 2 സഹോദരിമാരും, ഹമേഷ എപ്പോഴും, ഷെഹർ ജാനേക്ക് ഇന്തസാർ മേം പട്ടണത്തിൽ പോകുവാനുള്ള കാത്തിരിപ്പിൽ, രഹത്തെ ഥേ ആയിരുന്നു. എപ്പോഴും അവര് പട്ടണത്തിൽ പോവാൻ ഒരു അവസരം കാത്ത് ഇരിക്കുമായിരുന്നു. ഹം ഷെഹർ ജാനേക്ക് ഹർ മോക്കയ്ക്ക് തലാഷ് മേ രഹത്തെ. ഹം ഞങ്ങൾ, ഷെഹർ ജാനേക്ക് പട്ടണത്തിൽ പോകുവാനുള്ള, ഹർ എല്ലാ, മോക്കയ്ക്ക് അവസരങ്ങളെയും, തലാഷ് മേ രഹത്തെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പോ പട്ടണത്തിൽ പോകുവാനുള്ള ഓരോ അവസരങ്ങളെയും അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ജിസ്സെ അതുകൊണ്ട്, ഹം അപ്നെ മിത്രോ സെ മിൽ സക്കെ എങ്ങനെയാണ്? പട്ടണത്തിൽ പോകാനുള്ള അവസരങ്ങളാണ് അവർ കാത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? അതുകൊണ്ട് ആ അവസരം ലഭിക്കുന്നതിലൂടെ, ഹം അപ്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ, മിത്രോം സെ മിൽ സക്കെ മിത്രങ്ങളെ കാണാൻ കഴിയും. और साथ ही वहाँ के सिनेमा घर में फिल्में देख सके. और साथ ही എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ, അവിടെ പോകാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ രണ്ടുണ്ട് കാര്യം. ഒന്ന്, തങ്ങളുടെ കൂട്ടുകാരെ കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം പറയാണ്, और साथ ही അതുകൂടാതെ, വഹാം കെ അവിടെയുള്ള, സിനിമ ഘർ में, സിനിമ ഘർ എന്ന് പറഞ്ഞാൽ തിയേറ്റർ, സിനിമാശാല, സിനിമ ഘർ में ഫിल्में देख सके ആ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് സിനിമകൾ കാണുവാനും കഴിയും. അപ്പൊ ഞങ്ങള് പട്ടണത്തിൽ പോകുവാനുള്ള അവസരങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടേയിരുന്നു. ആ അവസരങ്ങളിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണുവാനും അവിടെയുള്ള സിനിമാ തിയേറ്ററിൽ നിന്ന് സിനിമ കാണാനും കഴിയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് പട്ടണത്തിൽ പോകാനുള്ള അവസരം ഇങ്ങനെ തിരക്കി ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. പട്ടണത്തിൽ പോകാനുള്ള ഒരു അവസരം അവര് പാഴാക്കില്ലായിരുന്നു. ഇത്രയും മനസ്സിലായോ? ബാക്കി പോവാം. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. उनकी वहां पूरे दिन की एक मीटिंग थी. मुझे ऐसे ही मौके की तलाश थी क्योंकि मैं शहर जा रहा था. माने ये एक दिन ഒരു ദിവസം, പിതാജീനെ അച്ഛൻ, മുജ്സെ കഹാ എന്നോട് പറഞ്ഞു, കി എന്തെന്നാൽ, മേം ഉനെ ഞാൻ അദ്ദേഹത്തെ, കാർസെ കാറിൽ, ഷെഹർ ലേ ജാവു പട്ടണത്തിൽ കൊണ്ടുപോകാൻ. അപ്പൊ ഒരു ദിവസം അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ ഒന്ന് കൊണ്ടുപോകണമെന്ന്. ഉൻകി വഹാം പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് ഥി.
ഉൻകി അദ്ദേഹത്തിന് വഹാം അവിടെ പൂരേ ദിൻ കി ഒരു ഡേ ഫുള്ള് ഒരു ദിവസം മുഴുവൻ एक മീറ്റിംഗ് थी ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझे ऐसे ही मौके की तलाश थी मुझे എനിക്ക് ऐसे ही ഇങ്ങനെ തന്നെയുള്ള മോക്കേക്ക് അവസരത്തിന്റെ തലാഷ്തി അന്വേഷണമായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസരമാണ് അന്വേഷിച്ച് നടന്നത്. ഒരു ദിവസം മുഴുവൻ പട്ടണത്തിൽ ചെലവഴിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അരുൺ ഗാന്ധിക്ക് കിട്ടുന്നത് അല്ലെ. അദ്ദേഹം പറയുന്നു, ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസരമാണ് തേടി നടന്നിരുന്നത്. ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന് പട്ടണത്തിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് കാറിൽ അദ്ദേഹത്തെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. അരുൺ ഗാന്ധിക്ക് വളരെ സന്തോഷമായി, കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു അവസരമാണ് കാത്തിരുന്നത്. ക്യൂക്കി മേ ഷെഹർ ജാ രഹാ താ, ഞാൻ പട്ടണത്തിൽ പോകുന്നത് കൊണ്ട്, ക്യൂക്കി എന്തുകൊണ്ടെന്നാൽ, മേ ഷെഹർ ജാ രഹാ താ ഞാൻ പട്ടണത്തിൽ പോവുകയായിരുന്നു. അതിനെ തിരിച്ചിങ്ങോട്ട് വായിക്കണം. ഞാൻ പട്ടണത്തിൽ പോകുന്നത് കൊണ്ട്, മാനെ അമ്മ, मुझे सामान लाने की एक लंबी लिस्ट थमा दी. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहां कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग फी शामिल थी. നോക്കിയേ, അപ്പൊ ഞാൻ പട്ടണത്തിൽ പോകുന്നത് കൊണ്ട് അമ്മ മുझे എന്നെ സാമാൻ ലാനേക്ക് സാധനങ്ങൾ കൊണ്ടുവരുവാനുള്ള, സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള एक ലംബി ലിസ്റ്റ് ഒരു വലിയ ലിസ്റ്റ് ധമാതി ഏൽപ്പിച്ചു. അപ്പോ എന്തായാലും മകൻ പട്ടണത്തിലേക്ക് പോവുകയാണല്ലോ, അവര് വളരെ ഒറ്റപ്പെട്ട പ്രദേശത്താണ് കഴിയുന്നത്. അപ്പൊ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കാണും. അതിന്റെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ അമ്മ അരുൺ ഗാന്ധിയെ ഏൽപ്പിച്ചു. ഷഹർമേ പട്ടണത്തിൽ മുझे പൂരാ ദിൻ എനിക്ക് മുഴുവൻ ദിവസവും ബിത്താന ഥ കഴിഞ്ഞുകൂടേണ്ടിയിരുന്നു. അച്ഛൻ മീറ്റിങ്ങിന് പോയി കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് വരെയും അരുൺ ഗാന്ധി വെറുതെ അവിടെ പട്ടണത്തിൽ ചെലവഴിക്കണം അല്ലെ. ഷഹർമേ മുझे പൂരാ ദിൻ ബിത്താന ഥ, ആ പട്ടണത്തിൽ എനിക്ക് ഒരു ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടേണ്ടതുണ്ട്. ഇസ്ലിയെ അതുകൊണ്ട്, പിതാജീനെ അച്ഛൻ, മുജ്സെ എന്നോട്, വഹാം അവിടെ, കൈ ബക്കായ, ബക്കായ എന്ന് പറഞ്ഞാല് സമയനഷ്ടം വരുന്ന, കാമോക്കോ ജോലികളെ, പൂരാ കർണേക്കോ കഹ പൂർത്തിയാക്കുവാൻ പറഞ്ഞു. അപ്പൊ അമ്മ സാധനം മേടിക്കേണ്ട വലിയ ലിസ്റ്റ് കൊടുത്തു. ഇനി അച്ഛൻ ചിന്തിക്കുമ്പോൾ മോനൊരു ദിവസം മുഴുവൻ ഇങ്ങനെ പട്ടണത്തിൽ കിടന്ന് കറങ്ങണം. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, സമയമെടുക്കുന്ന, സമയം നഷ്ടമാകുന്ന രീതിയിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവനെ ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇസ്മേ അതിൽ കാർ കി സർവീസിംഗ് ഫീ ഷാമിൽ ഥി, കാറിന്റെ സർവീസിംഗും ഷാമിൽ ഥി ഉൾപ്പെട്ടിരുന്നു. അപ്പോ അച്ഛൻ ഒരുപാട് ജോലികൾ മകനെ ഏൽപ്പിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ എന്നും ഉണ്ടായിരുന്നു, കാറിന്റെ സർവീസിംഗും ഉണ്ടായിരുന്നു. ഇതുവരെ പഠിച്ച എന്താണ്, അദ്ദേഹത്തിന് പട്ടണത്തിൽ പോകാനുള്ള ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് അച്ഛൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ പട്ടണത്തിലേക്ക് ചെലവഴിക്കേണ്ടതുണ്ട്, കാറുമായി അദ്ദേഹത്തെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ഈ ഒരു അവസരമാണ് അരുൺ ഗാന്ധി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അമ്മ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുള്ളൊരു നീണ്ട ലിസ്റ്റ് കൊടുക്കുന്നു. അച്ഛൻ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അതിനുള്ളിൽപ്പെട്ട ഒരു ജോലിയായിരുന്നു കാറ് സർവീസിങ്ങിന് കൊടുക്കുക എന്നുള്ളതും. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं छट से सिनेमा घर में घुस गया. वहां जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. पिताजी बेसब्री से मेरा इंतजार कर रहे थे. നോക്കി എന്താണ് സംഭവിച്ചതെന്ന്. മേനെ പിതാജിക്കോ ഞാൻ അച്ഛനെ, മീറ്റിംഗ് കി ജഗഹ് പർ മീറ്റിംഗിന്റെ സ്ഥലത്ത്, ഛോട എന്ത് ചെയ്തു, അദ്ദേഹത്തെ അവിടെ എത്തിച്ചു, അവിടെ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. മേനെ പിതാജിക്കോ മീറ്റിംഗ് കി ജഗഹ് പർ ഛോട ഞാൻ എന്റെ അച്ഛനെ മീറ്റിംഗ് സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. തോ അപ്പോൾ, ഉനോനെ മുझे അദ്ദേഹം എന്നോട്, 5 ബജെ 5 മണിക്ക്, വഹിം ആ ജാനെ കോ കഹ
അവിടെ തന്നെ വരുവാൻ പറഞ്ഞു. അപ്പൊ മീറ്റിംഗ് സ്ഥലത്തെത്തിയപ്പോ അച്ഛൻ പറഞ്ഞു, വൈകുന്നേരം 5 മണിയാകുമ്പോ നീ ഇതേ സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞു. ബത്തായേ ഗയേ കാമോക്കോ, പറഞ്ഞ് അയച്ച ജോലികളെ, ബത്തായേ ഗയേ പറഞ്ഞയച്ച, കാമോക്കോ ജോലികളെ, ഫടാഫട്ട്, ഫടാഫട്ട് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന്, പെട്ടെന്ന് തന്നെ, നിപ്ടാനെ കെ ബാദ്, നിപ്ടാന എന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞയച്ച ജോലികളെ ഫടാഫട്ട് പെട്ടെന്ന്, നിപ്ടാനെ കെ ബാദ് ചെയ്തു തീർത്തതിനു ശേഷം, കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം, മേം ഞാൻ, ഛഡ്സേ, ഛഡ്സേ എന്ന് പറഞ്ഞാല് ധൃതിയില്, പെട്ടെന്ന് തന്നെ, സിനിമാ ഘർമേ ഗുസ്ഗയാ, സിനിമാ ഘർമേ തിയേറ്ററിൽ, ഗുസ്ഗയാ കേറി. ഓക്കെ, അപ്പോ പറഞ്ഞു വിട്ട ജോലിയെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് ധൃതി പിടിച്ച് എവിടേക്ക് കയറി? ഈ സിനിമാ തിയേറ്ററിലേക്ക് കയറി. കാരണം വല്ലപ്പോഴുമാണ് പട്ടണത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇത്രയും എന്തായാലും സമയമുണ്ടല്ലോ, അപ്പൊ ഒരു സിനിമ കണ്ടു കളയാമെന്ന് വിചാരിച്ച് ജോലിയൊക്കെ തീർത്തേച്ച് വേഗം തന്നെ തിയേറ്ററിനകത്തേക്ക് ഇടിച്ചു കയറി. വഹാം അവിടെ, ജോൺ ബെൻകി, ജോൺ ബെന്നിന്റെ ഏക്ക് ഒരു, ദിൽചസ്പ്, ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ രസകരമായ, ഇൻട്രസ്റ്റിംഗ് ആയ, ഫിലിം ദേഖ്തേ ദേഖ്തേ സിനിമ കണ്ട് കണ്ട്, മുझे എനിക്ക്, സമയ്ക്ക സമയത്തിന്റെ, ബിൽക്കുൽ ഒട്ടും തന്നെ, ധ്യാൻ നഹീ രഹാ ശ്രദ്ധ ഉണ്ടായില്ല. അപ്പൊ അവിടെ അതിമനോഹരമായൊരു സിനിമ നടക്കുകയാണ്. ഇംഗ്ലീഷ് സിനിമയാണ്, ജോൺ ബെൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമയാണ്. അത് കണ്ട് കണ്ട് എനിക്ക് സമയത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായില്ല. ഓർ ജബ് ധ്യാനായ, എപ്പോഴാണോ ചിന്ത വന്നത്, ഓർ ജബ് ധ്യാനായ എപ്പോഴാണോ എനിക്ക് സമയത്തെക്കുറിച്ച് ചിന്തയുണ്ടായത്, തബ് തക് അപ്പോഴേക്കും, ശാം കെ വൈകുന്നേരം, 5:30 ബജ് ചുക്കേ തേ 5:30 മണി ആയിക്കഴിഞ്ഞിരുന്നു. അച്ഛൻ എപ്പോഴാണ് ചെല്ലാൻ പറഞ്ഞത്? 5 മണിക്ക്. പക്ഷെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ 5:30 ആയപ്പോഴാണ് അയ്യോ 5:30 ആയല്ലോ എന്നൊരു ഓർമ്മ വന്നതല്ലേ. അത്രയും നേരം എന്ത് ചെയ്തു? സിനിമയിൽ മുഴുകി, ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയിൽ ലയിച്ചിരിക്കുകയാണ്. സമയത്തെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടായില്ല. ബോധം വന്നപ്പോഴേക്കും വൈകുന്നേരം 5:30 മണി ആയിക്കഴിഞ്ഞിരുന്നു. മേം ഛട്പട്ട് ഗാരേജ് പഹുഞ്ച, മേം ഛട്പട്ട് ഞാൻ പെട്ടെന്ന് തന്നെ, ഗാരേജ് പഹുഞ്ച ഗാരേജിലെത്തി. വഹാം സേ കാർ ലേക്കർ അവിടെ നിന്ന് കാർ എടുത്തിട്ട്, ജബ് മേ പിതാജി കെ പാസ് പഹുഞ്ച, ജബ് എപ്പോഴാണോ, മേ പിതാജി കെ പാസ് പഹുഞ്ച ഞാൻ അച്ഛന്റെ പക്കൽ എത്തിയത്, തബ് തക് അപ്പോഴേക്കും, ശാം കെ വൈകുന്നേരം, 6 ബജ് ചുക്കേ തേ 6 മണിയായിരുന്നു. ആലോചിച്ച് നോക്കിയേ, 5 മണിക്ക് വരാൻ പറഞ്ഞതാണ്, 5:30 വരെ സിനിമ കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് സമയത്തെക്കുറിച്ച് ബോധം വന്ന് ഓടി ഗ്യാരേജിലെത്തി കാറുമായിട്ട് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും 6 മണിയായിരുന്നു. അച്ഛൻ പറഞ്ഞതിൽ നിന്ന് 1 മണിക്കൂർ ലേറ്റ് ആണല്ലേ. പിതാജി അച്ഛൻ, ബേസബ്രി സേ മേരാ ഇന്തസാർ കർ രഹേ തേ. ബേസബ്രി സേ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അക്ഷമയായിക്കൊണ്ട്, അക്ഷമനായിട്ട്, എന്തു പറ്റി എന്നുള്ള ടെൻഷനാണ് അല്ലെ. ക്ഷമയില്ലാതെ അദ്ദേഹം അക്ഷമനായി, മേരാ ഇന്തസാർ കർ രഹേ തേ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ വളരെയധികം അക്ഷമനായി അരുൺ ഗാന്ധിയെ കാത്തവിടെ 6 മണിവരെയും നിൽപ്പുണ്ട്. നോക്കിയേ, ഉन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हुए? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहां देर हो गई. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. നോക്കിയേ, ഉന്നോന്നെ അദ്ദേഹം ഉത്സുകതാപൂർവ്വം ആകാംക്ഷയോടുകൂടി പൂച്ച ചോദിച്ചു. അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, തും ലേറ്റ് ക്യൂ ഹുവേ, നീ എന്താണ് ലേറ്റ് ആയത്? ഉനേം അദ്ദേഹത്തിനോട്, യഹ് ബതാത്തെ ഹുവേ ഇത് പറയുവാൻ, മുझे बहुत ശർമായി എനിക്ക് ഒരുപാട് നാണക്കേട് തോന്നി. ശരം മീൻസ് നാണക്കേട്. ആയി कि मैं ജോൺ ബെൻ കി एक പശ്ചിമി ഫിലിം ദേഖ് രഹാ താ. അദ്ദേഹത്തോട് ഇത് പറയാൻ എനിക്ക് നാണക്കേട് തോന്നി. ഏത് പറയാൻ? ഞാൻ ജോൺ ബെൻ കി ജോൺ ബെന്നിന്റെ एक പശ്ചിമി ഫിലിം ഒരു ഇംഗ്ലീഷ് ഫിലിം ദേഖ് രഹാ താ കാണുകയായിരുന്നു എന്ന്.
അദ്ദേഹത്തിനോട് ഞാനൊരു ഇംഗ്ലീഷ് സിനിമ കാണുകയായിരുന്നു എന്ന് പറയാൻ അരുൺ ഗാന്ധിക്ക് വളരെയധികം നാണക്കേട് അനുഭവപ്പെട്ടു. ഇസ്ലിയെ അതുകൊണ്ട് മേനെ കഹദിയ ഞാൻ ഇങ്ങനെ പറഞ്ഞു കി എന്തെന്നാൽ കാർ തയ്യാർ നഹീ ഥി കാറ് റെഡിയായിരുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ടാണ് മുജെ വഹാൻ ദേർ ഹോ ഗയി എനിക്ക് അവിടെ ലേറ്റ് ആവേണ്ടി വന്നത് എന്ന്. അപ്പോ ജോൺ മെന്നിന്റെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുകയായിരുന്നു എന്ന് അച്ഛനോട് പറയുവാൻ അദ്ദേഹത്തിന് നാണക്കേട് തോന്നി. അതുകൊണ്ട് അദ്ദേഹം അച്ഛനോട് എന്ത് പറഞ്ഞു? കാറ് റെഡിയായിരുന്നില്ല, അതുകൊണ്ട് ആ ഗാരേജിൽ ലേറ്റ് ആയതാണെന്ന് പറഞ്ഞു. മുജെ ഇസ് ബാത് കാ കോയി അന്താസ നഹി ഥ മുജെ എനിക്ക് ഇസ് ബാത് കാ ഇക്കാര്യത്തെ പറ്റി കോയി യാതൊരു വിധത്തിലുമുള്ള അന്താസ അന്താസ മീൻസ് ഊഹം എനിക്ക് ഈ ഒരു കാര്യത്തെ പറ്റി യാതൊരു വിധത്തിലുള്ള ഊഹവും ഉണ്ടായില്ല. എന്തിനെ പറ്റി? കി പിതാജി പെഹ്ലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ തേ എന്തെന്നാൽ പിതാജി അച്ഛൻ പെഹ്ലെ ഹി നേരത്തെ തന്നെ ഗാരേജിലേക്ക് ഫോൺ കർ ചുക്കേ തേ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എന്നിട്ട് അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ, സത്യാവസ്ഥയെ പറ്റി വാക്കിഫ് എന്ന് പറഞ്ഞാൽ ബോധവാൻ, അവെയർ എന്നാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഓൾറെഡി ഈ സത്യത്തെ പറ്റി ബോധവാനായിരുന്നു എന്ന് ഞാൻ ഊഹിച്ചതുപോലുമില്ല. ഒരിക്കലും അച്ഛൻ ഫോൺ വിളിച്ച് ഗാരേജിൽ ചോദിക്കുമെന്നോ ഞാൻ അവിടെ ചെല്ലാത്തതാണ് റീസൺ എന്ന് അച്ഛൻ അറിഞ്ഞു എന്നോ ഞാൻ ഊഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ പറഞ്ഞ കള്ളം കറക്റ്റ് നുണയാണെന്ന് ആർക്ക് മനസ്സിലായി? മണിലാൽ ഗാന്ധിക്ക് മനസ്സിലായി. അരുൺ ഗാന്ധിയുടെ അച്ഛനാണല്ലോ മണിലാൽ ഗാന്ധി. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എങ്ങനെയാണ്? മകനെ കാണാത്തത് കൊണ്ട് അദ്ദേഹം ഗാരേജിലേക്ക് വിളിച്ചായിരുന്നു. അപ്പൊ ഗാരേജിൽ നിന്ന് പറഞ്ഞു കാർ സർവീസിങ് കഴിഞ്ഞിരിക്കുവാണ്, പക്ഷെ മകൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി മണിലാൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു മകൻ വേറെ എവിടെയോ പോയതാണെന്ന്. പക്ഷെ അരുൺ ഗാന്ധി എന്താണ് പറഞ്ഞത്? ഗാരേജിൽ ലേറ്റ് ആയതാണെന്ന് പറഞ്ഞു. ഓക്കെ, വേ മേരെ छूट को जान चुके थे पर बोले जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच നോക്കിയേ, വേ മേരെ ഛൂട്ട് കോ ജാൻ ചുക്കേ തേ അദ്ദേഹം മേരെ ഛൂട്ട് കോ എന്റെ കള്ളത്തെ ജാൻ ചുക്കേ തേ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പർ ബോലെ പക്ഷേ ഇങ്ങനെ മാത്രം പറഞ്ഞു. അദ്ദേഹം എന്റെ കള്ളത്തരം മനസ്സിലാക്കി, പക്ഷെ അദ്ദേഹം എന്തു മാത്രമേ പറഞ്ഞുള്ളൂ? ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ജിസ് തരാസേ ഏതൊരു തരത്തിലാണോ മേനെ തുമേ ബഡാക്കിയാ ഹേ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്, ഉസ്മേം അതിൽ, മുജിസേ കോയി ഭാരി ചൂക്ക് ഹുയി ഹേ എനിക്കെന്തോ വലിയ പിശക് പറ്റിയിട്ടുണ്ട്. ഭാരി ചൂക്ക് എന്ന് പറഞ്ഞാൽ വലിയ പിശക് എന്നാണ് കേട്ടോ. എങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തിയത് അതില് എനിക്കെന്തോ വലിയ പിശക് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ അദ്ദേഹം എന്റെ കള്ളത്തരം മനസ്സിലാക്കി, എന്നിട്ട് ഇത്ര മാത്രം പറഞ്ഞു, എങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് അതിൽ എനിക്കെന്തോ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. നോക്കിയേ, मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. मैंने तुम्हें ഞാൻ നിനക്ക് സച്ച് ബോൾനെ കാ സത്യം പറയുവാനുള്ള ആത്മവിശ്വാസ് നഹി ദിയാ ഹെ ആത്മവിശ്വാസം തന്നിട്ടില്ല. അബ് മേം ഇനി ഞാൻ ഘർ തക് കി വീട് വരെയുള്ള 18 മീൽ കി ദൂരി 18 മൈൽ ദൂരം പൈദൽ ചൽക്കർ ഹി കാൽനടയായി നടന്ന് തൈക്കരുങ്ക കംപ്ലീറ്റ് ചെയ്യും. അപ്പോ അച്ഛൻ എന്താ പറഞ്ഞത്? വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയതിൽ എനിക്ക് എന്തോ വലിയ പിഴവ് പറ്റിയിട്ടുണ്ട്. ഞാൻ നിനക്ക് സത്യം പറയുവാനുള്ള ആത്മവിശ്വാസം പകർന്നു തന്നിട്ടില്ല. അതുകൊണ്ട് ഇനി വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാൻ നടന്നു തന്നെ പോകുമെന്ന് പറയുന്നു. യഹ് കഹത്തെ ഹുയെ सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज्यादातर रास्ता कच्चा था. सड़क सुनसान थी और वहां कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. നോക്കിയേ, യഹ് കഹത്തെ ഹുയെ
ഇതും പറഞ്ഞുകൊണ്ട് സൂട്ട് ബൂട്ട് പെഹനെ, കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച പിതാജീനെ ചലന ശുരു കർദിയ, പിതാജി നടക്കുവാൻ തുടങ്ങി. അപ്പോ ഇനിയുള്ള 18 മൈൽ ദൂരം ഞാൻ കാൽനടയായി സഞ്ചരിച്ചു കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച അച്ഛൻ എന്ത് ചെയ്തു? നടക്കുവാൻ തുടങ്ങി. അന്തേരാ ഹോ ചുക്കാത്ത, ഇരുട്ടായി കഴിഞ്ഞിരുന്നു. അവർ എന്നിട്ട് ജ്യാദാത്തർ രാസ്ത, അധികവും രാസ്ത വഴി, കച്ചാത്ത, കച്ച എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞത് എന്നാണ് കേട്ടോ. അപ്പൊ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിരുന്നു. അധികവും വഴി എന്തായിരുന്നു? പൊട്ടിപ്പൊളിഞ്ഞത് ആയിരുന്നു. സടക്ക് സുൻസാൻ ഥി, സുൻസാൻ എന്ന് പറഞ്ഞാൽ വിജനം, സടക്ക് റോഡ്, സടക്ക് സുൻസാൻ ഥി, റോഡ് വിജനമായിരുന്നു. ഓർ വഹ, എന്നിട്ട് അവിടെ കോയി രോഷിനി ഭി നഹി തി, രോഷിനി എന്ന് പറഞ്ഞാൽ പ്രകാശം, ലൈറ്റ്. കോയി രോഷിനി ഭി നഹി തി, ഒരു പ്രകാശം പോലും ഉണ്ടായിരുന്നില്ല. രാത്രിയായി കഴിഞ്ഞിരുന്നു. വഴി അധികവും പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. റോഡ് വിജനമായിരുന്നു. അവിടെ ഒട്ടും പ്രകാശവും ഇല്ലായിരുന്നു. മേ പിതാജിക്കോ, എനിക്ക് അച്ഛനെ അക്കേലാ നഹി ചോട് സക്താത്ത, ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് അരുണ് ഒന്നും പറയാൻ കഴിയുന്നില്ല അല്ലെ. തെറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പോ തിരിച്ച് മറുപടി ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അച്ഛനെ വിട്ടേച്ച് പോകുവാനും വയ്യ. അപ്പൊ എന്ത് ചെയ്തു? മേ പിതാജിക്കോ അക്കേലാ നഹി ചോട് സക്താത്ത, എനിക്ക് അച്ഛനെ തനിച്ചാക്കി പോകുവാൻ കഴിയുമായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു നോക്കാം. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे छूट पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय लिया. मैं कभी भी छूट नहीं बोलूंगा. നോക്കിയേ, എനിക്ക് അച്ഛനെ ഉപേക്ഷിച്ചു പോകുവാൻ കഴിയുമായിരുന്നില്ല അല്ലെ. ഇസ്ലിയെ, അതുകൊണ്ട് 5.5 घंटे, 5.5 എന്ന് പറഞ്ഞാൽ 5.5, ഘണ്ട എന്ന് പറഞ്ഞാൽ മണിക്കൂർ, 5.5 മണിക്കൂർ, തക് വരെ, 5.5 മണിക്കൂർ വരെ, മേ ഉൻകെ പീछे പീछे, ഞാൻ അദ്ദേഹത്തിന്റെ പുറകിലായിട്ട്, ധീമി ഗതിസെ, കുറഞ്ഞ വേഗതയിൽ, കാർ ചലാത്താ രഹ, കാറ് ഓടിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അച്ഛൻ നടന്നു പോവുകയാണ്. അച്ഛൻ 18 മൈൽ ദൂരം താണ്ടാൻ 5.5 മണിക്കൂർ എടുത്തു. ഈ 5.5 മണിക്കൂറും ഞാൻ അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് കാറിന്റെ വേഗത കുറച്ച് ഓടിച്ചുകൊണ്ടേ ചെന്നു. ഓർ മേരെ ഛൂട്ട് പർ, എന്നിട്ട് എന്റെ കള്ളത്തിൽ, എന്റെ നുണയിൽ, പിതാക്കോ, അച്ഛൻ, പ്രായച്ചിത്ത് കർത്തേ ഹുയേ ദേഖ്താ രഹ, അച്ഛൻ പ്രായച്ചിത്തം ചെയ്യുന്നത് കണ്ടുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞ ഒരു നുണയ്ക്ക് പകരം 5.5 മണിക്കൂറോളം അദ്ദേഹം പ്രായച്ചിത്തം ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ഉസ് ദിൻ, ആ ദിവസം, മേനെ ജീവൻ കാ, ഞാൻ ജീവിതത്തിലെ ഏക അഹം നിർണയ്, ഒരു അഹം നിർണയം എന്ന് പറഞ്ഞാൽ സുപ്രധാന തീരുമാനം, ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്നാണ് കേട്ടോ. ലിയ, എടുത്തു. ആ ദിവസം ഞാൻ ജീവിതത്തിലെ ഒരു സുപ്രധാന തീരുമാനം എടുത്തു. മേ കഭി ബി ഛൂട്ട് നഹി ബോലൂങ്ക, ഞാൻ കഭി ബി, ഒരിക്കലും, ഛൂട്ട് നഹി ബോലൂങ്ക, കള്ളം പറയുകയില്ല എന്ന്. അപ്പോ 5.5 മണിക്കൂറോളം തന്റെ തെറ്റിന് അച്ഛൻ പ്രായച്ചിത്തം ചെയ്യുന്നത് കണ്ട ഞാൻ അന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം എടുക്കുന്നു. ഇനി ഒരിക്കൽ പോലും ഞാൻ കള്ളം പറയുകയില്ലെന്ന്. മേ അക്സർ ഇസ് ഘടന കെ ബാരെ മേ സോച്ചതാ ഹൂ, അഗർ പിതാജി ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती, परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे यह घटना कल ही घटी हो. अहिंसा की यही शक्ति है. നോക്കിയേ, മേം അക്സർ, ഞാൻ അക്സർ, മിക്കവാറും, ഇസ് ഘടന കെ ബാരെ മേ, ഈ സംഭവത്തെ പറ്റി, സോച്ചതാഹും, ചിന്തിക്കാറുണ്ട്. അഗർ, ഒരു പക്ഷേ, പിതാജിനെ മുझे, അച്ഛൻ എന്നെ, അന്യ പാലകോ കി തര, അന്യ മറ്റുള്ള, പാലകോ കി തര, രക്ഷകർത്താക്കളെ പോലെ, അച്ഛൻ എന്നെ മറ്റുള്ള രക്ഷകർത്താക്കളെ പോലെ, സസാ ദി ഹോത്തി, സസാ മീൻസ് ശിക്ഷ, പണിഷ്മെന്റ് എന്നൊക്കെയാണ് കേട്ടോ. അച്ഛൻ മറ്റുള്ള രക്ഷകർത്താക്കളെ പോലെ എനിക്ക് ശിക്ഷ തന്നിരുന്നു എങ്കിൽ,
तो क्या मैंने कोई सबക് सीखा होता? അങ്ങനെയാണെങ്കിൽ मैंने कोई ഞാൻ എന്തെങ്കിലും सबക് മീൻസ് പാഠം, सीखा होता പഠിക്കുമായിരുന്നു. शायद नहीं ഒരുപക്ഷെ ഇല്ല. सजा रहने के बाद भी ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷവും मैं शायद ഞാൻ ഒരുപക്ഷെ झूठ बोलने की കള്ളം പറയുവാനുള്ള अपनी आदत എന്റെ ശീലം नहीं बदलती होती മാറ്റുമായിരുന്നില്ല. അച്ഛൻ മറ്റുള്ള രക്ഷകർത്താക്കളെ പോലെ എന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുമായിരുന്നു? ഒരുപക്ഷെ ഇല്ല. ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനും ശേഷവും ഞാൻ എന്റെ കള്ളം പറയുവാനുള്ള ശീലം മാറ്റുമായിരുന്നില്ല. പരന്തു പക്ഷേ ഈ അഹിംസക് ഘടന അഹിംസാപരമായ സംഭവം മേരെ ഊപ്പർ എന്റെ മേൽ ബഹുത് ഗഹര അസർ ഹുവ വളരെ ആഴത്തിലുള്ള പ്രഭാവം ചെലുത്തി. ഈ അഹിംസാപരമായ സംഭവം എന്റെ മേൽ വളരെ ആഴത്തിലുള്ള ഒരു പ്രഭാവം ഉണ്ടാക്കി. മുझे लगता है എനിക്ക് തോന്നുന്നു ജൈസെ യഹ് ഘടന കൽഹി ഘട്ടി ഹോ എനിക്ക് തോന്നുന്നു. എന്താണ് തോന്നുന്നത്? യഹ് ഘടന കൽഹി ഘട്ടി ഹോ ഈ സംഭവം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. എനിക്കെപ്പോഴും ഈ ഒരു സംഭവം ഇന്നലെ നടന്നതുപോലെയാണ് തോന്നുന്നത്. അഹിംസ കി യഹി ശക്തി ഹെ അതാണ് അഹിംസയുടെ ശക്തി. അപ്പോ അരുൺ ഗാന്ധി തന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ജീവിതത്തിൽ എപ്പോഴും സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിക്കുക, അഹിംസയുടെ മാർഗത്തിൽ സഞ്ചരിക്കുക. അഹിംസയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ള നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പാഠങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പൗത്രനായ വരുൺ ഗാന്ധിയും നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഇതായിരുന്നു പിതാക്ക പ്രായച്ചിത്ത് എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ ഇത് കേൾക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇതിന്റെ നോട്ട്സും കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും. ദിസ് ഈസ് വീണ സൈനിങ് ഔട്ട് ഫ്രം വീണാസ് ലേണിംഗ് വേൾഡ്. ഗുഡ് ബൈ.